ഇന്ന് പെയ്ത കനത്ത മഴയിൽ കോഴിക്കോട് ജില്ലയിലെ മലയോര മേഖലകളിൽ വലിയ നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. താമരശ്ശേരിയിലെ കൂടത്തായി മേഖലകളിൽ മരങ്ങൾ കടപുഴകി വീണ് വാഹനങ്ങൾക്ക് കേടുപാടുകൾ ഉണ്ടായിരിക്കുന്നു. അവേലം മേഖലയിൽ വീശിയടിച്ച ചുഴലിക്കാറ്റിൽ വൈദ്യുതി ബന്ധം താറുമാറായി. കട്ടിപ്പാറയിൽ മണ്ണിടിച്ചിലുണ്ടായി. കോഴിക്കോട് ജില്ലയിൽ മഴ ശക്തമായി തുടരുകയാണ്. മഴക്കൊപ്പം എത്തുന്ന മിന്നൽ ചുഴലിയുമാണ് വ്യാപകമായ നാശനഷ്ടമുണ്ടാക്കുന്നത്. കോഴിക്കോട് താമരശ്ശേരിയിലാണ് വലിയ നാശനഷ്ടമുണ്ടായത്. കൂടത്തായി സ്വദേശി ഹനീഫയുടെ വീടിന് മുമ്പിൽ നിർത്തിയിട്ട് പിക്കപ്പ് വാനിന് മുകളിലേക്ക് മരം കടപുഴകി വീണു. ആ വാൻ തകർന്നു. ഒപ്പം തന്നെയാണ് റഷീദ്, വാസുദേവൻ നമ്പൂതിരി, രാജേഷ് തുടങ്ങി 4 ആളുകളുടെ വീടുകൾക്ക് മേലേക്കും മരങ്ങൾ വീണ് വീട് ഭാഗികമായി തകർത്ത സാഹചര്യമുണ്ടായി. ആളുകൾക്ക് അപായമൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. ഒപ്പം തന്നെയാണ് താമരശ്ശേരി അവേലം റോട്ടിൽ ഇലക്ട്രിക് പോസ്റ്റിന് മുകളിലേക്ക് മരങ്ങൾ വീണ് വ്യാപകമായ നാശനഷ്ടമുണ്ടായി. പ്രദേശത്ത് വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നാദാപുരം, കല്ലാച്ചി, തിരുവമ്പറമ്പ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വ്യാപകമായി മരങ്ങൾ കടപുഴകി വീണ് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വീടുകൾക്ക് മുകളിലും വാഹനങ്ങൾക്ക് മുകളിലും മരങ്ങൾ കടപുഴകിയിട്ടുണ്ട്. കോഴിക്കോട് പറമ്പിൽ ബസാർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും വീടുകൾക്ക് മുകളിലേക്ക് മരങ്ങൾ വീണ് വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. കോഴിക്കോട് പുതിയാപ്പയിൽ മത്സ്യബന്ധനത്തിന് പോയ വള്ളം മറിഞ്ഞ് അപകടമുണ്ടായി. ഇതര സംസ്ഥാന തൊഴിലാളികളായ 2 പേരുണ്ടായിരുന്നു. അവരെ പിന്നീട് കോസ്റ്റൽ പോലീസും മറ്റ് മത്സ്യത്തൊഴിലാളികളൊക്കെ ചേർന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. മഴ ശക്തമായി തുടരുന്നുണ്ട്. കാറ്റും അതിശക്തമായി വീശുന്നുണ്ട് എന്നുള്ളതാണ് സാഹചര്യം. മുഹമ്മദ് ഷഹീദ് തയ്യാറാക്കിയ റിപ്പോർട്ടാണ് കണ്ടത്. കോഴിക്കോട് ജില്ലയിൽ മഴ തുടരുന്നു, കാറ്റും അതിശക്തം എന്നുള്ളതാണ്. ജില്ലയിൽ തന്നെ താമരശ്ശേരി കട്ടിപ്പാറയിൽ മലവെള്ളപ്പാച്ചിലുണ്ടായി. മണ്ണാത്തിയേറ്റ് മലയുടെ ഒരു ഭാഗം ഇടിഞ്ഞിരിക്കുന്നു. താഴ്വാരത്ത് താമസിക്കുന്ന 25 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ഇംതിയാസ് കരീമാണ് വിവരങ്ങളുമായുള്ളത്. ഇംതിയാസ്, ജില്ലയിൽ ഈ ഉരുൾപൊട്ടൽ സാധ്യത മേഖലകളിൽ ഒന്നാണ് ഈ കട്ടിപ്പാറ ഉൾപ്പെടെയുള്ള ഇടം. അവിടെയാണ് ഇപ്പോൾ മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നത് മനസ്സിലാക്കുന്നത്. ഈ ആളുകളെ എങ്ങോട്ടേക്കാണ് മാറ്റിപ്പാർപ്പിച്ചത്? കൂടുതൽ കുടുംബങ്ങളെ ഈ മാറ്റി പാർപ്പിക്കേണ്ടുന്ന സാധ്യതയുണ്ടോ? എന്താണ് നിലവിലത്തെ അവിടുത്തെ അവസ്ഥയെപ്പറ്റി, ഭൂമിയുടെ അവസ്ഥയെപ്പറ്റി ഉൾപ്പെടെയുള്ള അധികൃതരുടെ, ബന്ധപ്പെട്ട ആളുകളുടെ, വിദഗ്ധരുടെ ഒക്കെ വിശദീകരണം? അക്ഷയ, കോഴിക്കോട് ജില്ലയിൽ അതിരൂക്ഷമായി തന്നെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ തുടങ്ങിയ മഴ അത് അണമുറിയാതെ തന്നെ ആ രീതിയിൽ തന്നെ പെയ്യുന്നു എന്നുള്ളതാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് കട്ടിപ്പാറയിലാണ് നിൽക്കുന്നത്. അവിടെയാണ് ഈ കട്ടിപ്പാറയിലെ മണ്ണാത്തിയേറ്റുമല. ഈ നമുക്ക് ദൃശ്യങ്ങളിൽ അല്പമെങ്കിലും കാണാമെന്ന് തോന്നുന്നു. ഈ മലയുടെ ഒരു ഭാഗം, അതായത് കല്ലുകളൊക്കെ അടങ്ങിയ ഒരു ഭാഗം അടർന്നു വീണു എന്നുള്ളതാണ് പ്രശ്നം. ഇന്ന് രാവിലെയാണ് ഇതൊക്കെ ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ആ സമയത്ത് അവിടെ 1-2 പേരൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ അതിന്റെ നേരത്തെ അത്തരം കാര്യങ്ങളൊക്കെ വിശദീകരിച്ചതുമാണ്. എന്നാൽ ഇതേ തുടർന്ന് ഇവിടെ ഈ താഴ്വാരത്ത് സ്ഥിതി ചെയ്യുന്ന 25 കുടുംബങ്ങൾ ഇപ്പോൾ ബന്ധുവീടുകളിലേക്കും മറ്റുമൊക്കെ മാറി താമസിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിൽ നിൽക്കുന്ന ഒരു ആശങ്ക എന്ന് പറയുന്നത്, ഇപ്പോൾ നിലവിൽ അടർന്നു വീണിരിക്കുന്ന മലയുടെ മുകൾ ഭാഗത്തുള്ള മറ്റു കല്ലുകൾ, മറ്റു കൂറ്റൻ പാറകളോ മറ്റോ താഴേക്ക് പതിക്കുമോ എന്നൊരു ആശങ്കയുള്ളത് കൊണ്ടാണ്, അപകടമുണ്ടാവും എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഇവിടെയുള്ള മറ്റു 25ഓളം കുടുംബങ്ങളെ ഇപ്പോൾ മാറ്റി താമസിപ്പിച്ചിരിക്കുന്നത്. സ്കൂളിൽ, തൊട്ടടുത്തുള്ള ഒരു സ്കൂളിൽ വേണ്ട സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഏതെങ്കിലും ക്യാമ്പോ മറ്റോ ഒരുക്കണമെങ്കിൽ, ക്യാമ്പിലേക്കോ മറ്റോ മാറണമെങ്കിൽ അത്തരം സാധ്യതകൾ കൂടെയാണ് ഇപ്പോൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇപ്പം ഇവിടെയുള്ള പഞ്ചായത്തിലെ ഈ താഴ്വാരത്തെ തന്നെ വാർഡ് മെമ്പർ ഇപ്പോൾ മാതൃഭൂമിയോടൊപ്പം ചേരുന്നുണ്ട്. മെമ്പർ ഇവിടെ നിന്ന് ഇതൊക്കെ പരിശോധിക്കുകയും എന്താണ് നിലവിലെ സാഹചര്യം? അങ്ങനെ ഒരു ഗുരുതരമായ സ്ഥിതിവിശേഷം ഉണ്ടോ? ഇല്ല, ഗുരുതരമായ സ്ഥിതിവിശേഷമൊന്നുമില്ല. രാവിലെ 10 മണിയോടുകൂടിയാണ് ഈ പാറ പൊട്ടിയത്. അതിനുശേഷം നമ്മളിവിടെ വന്നു. പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ അവർ സ്ഥലം കാണാൻ സന്ദർശിക്കുകയും അതിനുശേഷം പഞ്ചായത്തിൽ നിന്നും പിന്നെ വില്ലേജ് ഓഫീസിൽ നിന്നുമൊക്കെ തഹസിൽദാറും ഒക്കെ വന്നു. അവരും വന്നു സ്ഥലം സന്ദർശിച്ചു. ഒരു 11:30 ഞങ്ങൾ 1:30 ഞങ്ങൾ ഇവിടുന്ന് വീണ്ടും പഞ്ചായത്തിലേക്ക് പോവുകയും സർവകക്ഷി വിളിച്ച് തീരുമാനങ്ങളെടുത്തു. പിന്നെ ആളുകളെ 21ഓളം കുടുംബങ്ങളെയാണ് ഇവിടുന്ന് മാറ്റി പാർപ്പിച്ചത്. നമ്മുടെ പ്രസിഡന്റ് അടക്കം എല്ലാവരും തന്നെ ഇവിടുന്ന് മാറി താമസിച്ചു. പിന്നെ അവരോട് കുടുംബ വീടുകളിലേക്ക് പോകാനാണ് പറഞ്ഞത്. ആരും തന്നെ ക്യാമ്പിനെ പറ്റി ഒന്നും പറയാത്തത് കൊണ്ട് കുടുംബ വീട്ടിലേക്ക് തന്നെ എല്ലാവരും തന്നെ പോയിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ശാന്തമായിട്ടിരിക്കുന്നു.
അക്ഷയ, ഈ ഇവിടെ ഒരു ആംബുലൻസ് ഉണ്ട്. ഈ ആംബുലൻസ് ഒക്കെ വളരെ നേരത്തെ തന്നെ സജ്ജമാക്കി വെച്ചതാണ്. ഈ മലമുകളിൽ ഇതിന്റെ താഴ്വാരത്തൊക്കെ താമസിക്കുന്ന രോഗികൾ, നേരത്തെ ഒരു രോഗി ഉണ്ടായിരുന്നു, ആ രോഗിയൊക്കെ സ്ട്രക്ചറിൽ എടുത്തുകൊണ്ടുവന്ന ഈ ആംബുലൻസിൽ അവരുടെ ബന്ധു വീട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആവശ്യമെങ്കിൽ, അതായത് ഇത് മുകൾ ഭാഗത്തെ പാറ ഒരു പക്ഷേ താഴേക്ക് വീഴുമെന്നൊരു ആശങ്കയുള്ളത് കൊണ്ട് തന്നെ ഒരു പക്ഷേ ഈ മഴ തോരാതെ ഒന്നും അവിടെ മറ്റേ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആണെങ്കിൽ പോലും അവിടെ ഈ അവിടെ ആളുകളൊക്കെ ആശങ്കയിൽ തന്നെയാണ്.